നിങ്ങളിപ്പോൾ ആ ഇൻട്രോയിൽ കണ്ടതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു കോഴിക്കോട് ഉള്ളതിൽ വെച്ചിട്ട് വൺ ഓഫ് ദ ഫൈനസ്റ്റ് കഫേസ്. എനിക്ക് തോന്നുന്നില്ല അത്രയും ആൾക്കാർ ഈ ഒരു പ്ലേസ് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് എന്ന്. അതുപോലൊരു പ്ലേസാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. ഞാൻ ഇന്ന് അവിടുത്തെ സ്റ്റാർട്ടർ ആയിരിക്കുന്ന തായ് പീനട്ട് ചിക്കൻ പറഞ്ഞു. ട്രൂലി വൺ ഓഫ് ദ ബെസ്റ്റ് തായ് ഡിഷസ് എന്നൊക്കെ പറയേണ്ടി വരും. ഓരോ ബൈറ്റിലും ആ ഒരു ചിക്കൻ്റെ ഫ്ലേവർ, എസ്പെഷ്യലി വിത്ത് ദാറ്റ് പീനട്ട്, ഇറ്റ് വാസ് 10 out of 10. അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ടു. അത്രയും അടിപൊളി ഒരു സംഭവമായിരുന്നു. അതിൻ്റെ കൂടെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്ന കിവി ബേസ്ഡ് ആയിട്ടുള്ള ജ്യൂസും ഇറ്റ് വാസ് ഓൾസോ റിയലി ഗുഡ്. പക്ഷേ ഇന്നത്തെ സ്റ്റാർ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐറ്റം വരാനുണ്ട്. അത് അവിടുത്തെ പിസയാണ്. അതിൻ്റെ കൂടെ ഈ കോഫിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും നന്നായിട്ടുണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ സർവീസും എടുത്തു പറയേണ്ടതാണ്. അത്രയും നല്ല സർവീസ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യും. അപ്പോൾ ഈ ഒരു പിസ്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീഫ് ബേസ്ഡ് ആയിട്ട് ടോപ്പിങ്സ് ഉള്ള പിസ്സയാണ്. ഇത്രയും ഫ്ലേവർ ബോംബായിരിക്കുന്ന ഒരു പിസ്സ. ആ ബീഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെയൊക്കെ ഡിഷസ് വാങ്ങുമ്പോൾ ചിലപ്പോൾ ഡ്രൈ ആയിരിക്കും, ചിലപ്പോൾ അത്ര വലിയ ഫ്ലേവർ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇതിൽ ഓരോ ബൈറ്റിലും ആ ഒരു ചീസിൻ്റെയും പിസയുടെ ടോപ്പിങ്സിൻ്റെയും ഒലീവ് ഓയിലിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ ബോംബായിരുന്നു എൻ്റെ വായിൽ എന്ന് പറയേണ്ടി വരും. അത്രയും നന്നായിരുന്നു. വൺ ഓഫ് ദ ബെസ്റ്റ് പിസ്സാസ് എവർ ഹാഡ് ഫ്രം കേരള എന്നൊക്കെ പറയേണ്ടി വരും. അതിൻ്റെ കൂടെ ഈ ആപ്പിൾ പൈയും പറഞ്ഞിട്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു പേസ്ട്രി കുറച്ച് ഹാർഡായിരുന്നു. അത് മാത്രമേ എനിക്കൊരു ഡ്രോബാക്ക് ആയിട്ട് പറയാനുള്ളൂ. എവറിത്തിങ് എൽസ് ഈസ് ജസ്റ്റ് ഓൺ ദ പോയിന്റ് 10 out of 10 എന്ന് പറയേണ്ടി വരും. പിസ്സ ഈസ് എ മസ്റ്റ് ട്രൈ. നിങ്ങളത് കഴിച്ചു നോക്കൂ. എനിക്ക് തോന്നുന്നില്ല അത് ഡിസപ്പോയിൻറ്റ് ചെയ്യുന്നുള്ള കാര്യം. സംഭവം എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ കോഴിക്കോടുള്ള കോർട്ടിയോ ഗ്ലോബലാണ് സ്ഥലം.